ഇന്ന് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല കുഞ്ഞു മാങ്ങ വെച്ചുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഈ ടൈപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തുള്ളത്. 1/2 കിലോൻ്റെ അടുത്തുള്ള മാങ്ങയുണ്ട്. അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് സൈഡിൽ നിന്ന് തൊലി വലിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. തൊലി ചെത്തിയെടുക്കാനൊന്നും നിൽക്കണ്ട. ഇത് ഭയങ്കര എളുപ്പം അങ്ങനെ ചെയ്യുമ്പോൾ. ഇത് പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഇതെല്ലാം അതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 പച്ചമുളക് നടുകി കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെരുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ള് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട. പിന്നെ നമുക്ക് വെള്ളം ചേർക്കാണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം വെന്തിരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ ചട്ടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം. അത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടി പിടിക്കുന്ന പറഞ്ഞാൽ അതിങ്ങനെ പോയി ഒട്ടും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒട്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടി കുറച്ച് ചെറുതായി പോയേ, അത് കാരണം സ്പീഡിൽ ഇളക്കിയാൽ ചിലപ്പോൾ താഴോട്ട് പോകും. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ട് പത വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. പിന്നെ ആ ചട്ടിയിലെ ചൂടിൽ കിടന്നിട്ട് അതായോളും, അത് മതി. പിന്നെ നമുക്ക് കടുക് താളിക്കുക. അതിന് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്തത്. പിന്നെ 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കടുക് താളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കണേ ചെയ്യാത്തവർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഈ കറി എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കും തോറും കുറുകിയിരിക്കും. ഇപ്പോൾ തന്നെ നല്ലതായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഇരിക്കും തോറും കുറുകും. പിന്നെ ഈ പുളിശ്ശേരികളൊക്കെ എന്താ പറയുക, പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.